സ്രഷ്ടാവും കർത്താവുമായ നമ്മുടെ സ്വർഗസ്ഥ പിതാവിനെ ദൈവപുത്രൻ യേശുക്രിസ്തു മുഖാന്തരം ഞാൻ സ്തുതിച്ച് വാഴ്ത്തുന്നു. സകല സൃഷ്ടിക്കും ആദ്യജാതനായ ദൈവപുത്രനായ ക്രിസ്തുവേശുവിന്റെ നാമത്തിലുള്ള സ്നേഹവും വന്ദനവും ഏവർക്കും അറിയിക്കുകയും ചെയ്യുന്നു. ഒരുമിച്ച് ദൈവപാദങ്ങളിൽ നമുക്കിന്ന് രാത്രിയിലുമായിരിക്കാൻ കഴിയുന്നതിൽ വളരെ സന്തോഷം. ദൈവത്തിന് സ്തോത്രം. ഇന്ന് രാത്രി നാം ദൈവവചനത്തിന്റെ പഠനത്തിനായി കൂടി വന്നിരിക്കുന്നത് നമ്മുടെയൊക്കെ ആത്മീയ വളർച്ചയ്ക്കും വിശ്വാസത്തിലെ സ്ഥിരതയ്ക്കും പ്രത്യാശയുടെ നങ്കൂരം ആഴത്തിൽ ഉറപ്പിക്കുന്നതിനും കാരണമായി തീരട്ടെ. സ്തോത്രം. ഇന്നലത്തെ നിങ്ങളുടെ സഹകരണത്തിനും പ്രത്യേകിച്ച് നന്ദിയും. ആർക്കെങ്കിലും ഇന്നലത്തെ മെസ്സേജ് ലഭിക്കാതെ പോയി എങ്കിൽ അതിലുള്ള ഖേദവും ഞാൻ പ്രകാശിപ്പിക്കുന്നു. ഇന്ന് നമുക്ക് ഇന്നലെ നമ്മൾ പഠിച്ചതിൻ്റെ ബാക്കി ഭാഗത്തേക്ക് വെളിപ്പാട് പുസ്തകം 16-ാം അധ്യായത്തിലേക്ക് തന്നെ നമ്മുടെ ശ്രദ്ധയെ തിരിക്കാം. സ്തോത്രം. നാം വെളിപ്പാട് പുസ്തകം 16-ാം അധ്യായത്തിൽ നിന്ന് ദൈവം ലോകത്തിന്റെ മേൽ അയക്കുന്ന അവസാന ന്യായവിധികളുടെ പരമ്പരയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അതായത് കലശ ന്യായവിധികൾ എന്ന് തിരുവെഴുത്ത് നമ്മെ പരിചയപ്പെടുത്തും. അതിൽ 15-ാം അധ്യായം മുതലേ നാം അത് കാണുന്നുണ്ട്. അതിൻ്റെ ഒരുക്കം നമുക്ക് 8-ാം അധ്യായത്തിൽ തന്നെ കാണുവാൻ കഴിഞ്ഞു. അതേ തുടർന്ന് വ്യക്തമായ തയ്യാറെടുപ്പ് 15-ാം അധ്യായത്തിൽ നമുക്ക് ലഭിച്ചു. ദൈവം നിയോഗിച്ച 7 ദൂതന്മാർ അവസാനത്തെ കലശ ന്യായവിധിക്ക് വേണ്ടി ഒരുങ്ങി നിൽക്കുന്ന ചിത്രമാണ് 15-ാം അധ്യായത്തിൽ നാം കണ്ടത്. അതേ തുടർന്ന് 16-ാം അധ്യായത്തിന്റെ 2-ാം വാക്യം മുതൽ ആ 7 ദൂതന്മാർ ഒന്നിനു പുറകെ ഒന്നായി ദൈവത്തിന്റെ ക്രോധ കലശങ്ങൾ മനുഷ്യരുടെ മേലും പ്രകൃതിയിന്മേലും പ്രത്യേകിച്ച് എതിർക്രിസ്തുവിന്റെ സിംഹാസനത്തിന്മേലും ഒഴിക്കുന്നതായി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. നാം അതിൽ 1-ാമത്തെ ന്യായവിധി കണ്ടു. അത് മനുഷ്യരുടെ മേൽ, പ്രത്യേകിച്ച് എതിർക്രിസ്തുവിനെ ആരാധിക്കുന്ന മനുഷ്യരുടെ മേൽ വ്രണങ്ങളായി പൊങ്ങുന്നു. 2-ാമത്തേത് സമുദ്രത്തിന്മേലുള്ള ന്യായവിധിയാണ്. 3-ാമത്തേത് ശുദ്ധജല നീരുറവുകളിന്മേൽ ഉള്ള ന്യായവിധി. തന്നിമിത്തം വെള്ളം രക്തമായി തീരുന്നു. ആ രക്തജലം മനുഷ്യർക്ക് കുടിക്കേണ്ടതായി വരുന്നു. അടുത്തത് നാം കണ്ടത് 4-ാമത്തെ ദൂതൻ ഊതിയതാണ്. കലശം ഒഴിച്ചതാണ്. 8ഉം 9ഉം വാക്യങ്ങളിൽ സൂര്യനിൽ ദൈവം നടത്തുന്ന ന്യായവിധിയാണ്. ഭൂമി ദേവി എന്നും പ്രകൃതി ദേവതയെന്നുമൊക്കെ പല ജാതികൾ അവരുടെ വിശ്വാസം അനുസരിച്ച് വിളിക്കുന്നു. ഭൂമി ദേവി, പ്രകൃതി ദേവൻ അല്ലെങ്കിൽ ദേവത, അവരുടെയൊക്കെ കാരുണ്യം കൊണ്ട് കഴിഞ്ഞു പോകുന്നു എന്ന് ഒരു കൂട്ടർ വിശ്വസിക്കുമ്പോൾ, അല്ല, ഇതെല്ലാം സ്വാഭാവികമാണ്, പ്രകൃതിയാണ്, അതിൽ ദൈവവും ദേവനും ഒന്നും ഇല്ല എന്ന് വാദിക്കുന്ന മറ്റൊരു കൂട്ടർ.
എന്നാൽ ഇവിടെ ഈ 4-ാമത്തെ കലശ ന്യായവിധിയിലൂടെ ദൈവം വെളിപ്പെടുത്തുന്നു, ഓരോ ദിവസവും നമുക്ക് പ്രഭാതത്തിൽ ഉദയസൂര്യ കിരണങ്ങളെ കാണുവാൻ സാധിക്കുന്നത് ദൈവത്തിന് പൊതു സൃഷ്ടിയോടുള്ള കരുണയാണ്, അതിൻ്റെ പ്രദർശനമാണ്. It's a general manifestation of God's grace to the entire creation that we can behold the light every morning, the dawn every morning. നാം ഉറങ്ങിക്കൊണ്ടിരിക്കുമ്പോഴും നമ്മുടെ ശരീരത്തിൻ്റെ പ്രക്രിയകൾ അനുസ്യൂതം നടക്കുന്നു. ആരും ഓൺ ചെയ്യാനും ഓഫ് ചെയ്യാനും ഇല്ലാതിരുന്നിട്ടും രാപ്പകലുകൾ അതാതിൻ്റെ മുറയ്ക്കിന്ന് നടക്കുന്നു. കാലാവസ്ഥ ആരും അതിനെ സ്വിച്ച് ഓൺ ചെയ്യുന്നില്ല, ലോഗിൻ ചെയ്യുന്നില്ല, ലോഗ് ഔട്ട് ചെയ്യുന്നില്ല. എല്ലാം എങ്ങനെ നടക്കുന്നു? അതിൻ്റെ എല്ലാം പിൻപിൽ സ്തോത്രം സ്രഷ്ടാവായ, സർവജ്ഞാനിയായ, സർവശക്തനായ, ആലോചനകളിൽ വലിയവനായ ഒരു ദൈവമുണ്ട്. ഈ പ്രത്യേക സമയത്തും അത് ദൈവം വെളിപ്പെടുത്തുകയാണ്. 4-ാമത്തെ കലശം ഒഴിച്ചപ്പോൾ സൂര്യൻ ഇരുണ്ടുപോകുന്നതായി, അത്യുഷ്ണത്താൽ ജനം ബാധിതരാകുന്നതായിട്ടൊക്കെ നാം 6-ാം അധ്യായം മുതൽ കണ്ടുവരുന്നു. അതായിരുന്നു നാം കണ്ടത് 8ഉം 9ഉം വാക്യങ്ങളിൽ. 5-ാമത്തെ കലശ ന്യായവിധിയായിരുന്നു ഇന്നലത്തെ നമ്മുടെ പഠനം. അത് 10-11 വാക്യങ്ങളിലായിട്ട് കണ്ടു. From verses 10 and 11, last night we learned about the 5th bowl judgment that was poured out or unleashed on the throne of the beast. എതിർക്രിസ്തുവിന്റെ സിംഹാസനത്തിന്മേൽ 5-ാമത്തെ ദൂതൻ തൻ്റെ കലശം ഒഴിക്കുന്നതായിട്ട്, അത് നിമിത്തം അവന്റെ സിംഹാസനം ഇരുണ്ടുപോകുന്നതായിട്ട് നാം കാണുന്നു. That was the 5th bowl judgment from verses 10 and 11. സ്തോത്രം. അവിടെ നാം കാണുന്നത് ദൈവം വെളിച്ചമാണ്. ഇരുളിനെയും വെളിച്ചത്തെയും തമ്മിൽ വേർതിരിച്ചതും നമ്മുടെ ദൈവമാണ്. ആ ദൈവം ഇവിടെ എതിർക്രിസ്തുവിന്റെ സിംഹാസനത്തെ, അവന്റെ രാജത്വത്തെ, അവന്റെ ഗവൺമെന്റ് ഭരണകൂടത്തെ ഇരുട്ടിലാക്കുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. ആ ഇരുട്ടിനെ കുറിച്ച് നാം നേരത്തെയും കണ്ടിട്ടുണ്ട്. പ്രത്യേകിച്ച് സ്പർശ്യമായ, തൊടുവാൻ കഴിയുന്ന ഇരുട്ട്. നാം ആരും ഇതുവരെ അങ്ങനെ ഇരുട്ടിനെ കണ്ടിട്ടില്ല. നമ്മൾ ആരും ഇരുട്ടിനെ തൊട്ടിട്ടില്ല. നമ്മൾ ആരും ഇതുവരെ ഇരുട്ടിനെ തൊട്ടിട്ടില്ല. We have not yet touched darkness because we have not seen or felt or experienced such a darkness which can be touched. എന്നാൽ ഇവിടെ അത്രയ്ക്ക് ഘോരമായ ഒരു ഇരുട്ട് ദൈവം എതിർക്രിസ്തുവിന്റെ സിംഹാസനത്തിൽ അഥവാ അവന്റെ ഭരണകാലത്ത്, ഭരണകൂടത്തിൽ വരുത്തുന്നു എന്ന് നമുക്ക് കാണുവാൻ സാധിക്കുന്നു. ഒത്തിരി വാക്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട്
നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. എങ്കിലും നാം ഇന്നലെ കണ്ടത് ഗാഡ് പെർമിറ്റ്സ്, ദൈവം ചിലതിനെ ആ നിലയിൽ അനുവദിക്കുകയാണ്. ദൈവം ചിലതിനെ അനുവദിക്കുക. ഇന്നലെ നമ്മൾ അതിനെക്കുറിച്ച് കണ്ടു. ഒരു വാക്യവും കൂടെ അതിനോട് ചേർത്ത് നമുക്ക് വായിക്കാം. 17-ാമത്തെ അധ്യായം, ചാപ്റ്റർ 17 വേഴ്സ് 17. വെളിപ്പാട് 17:17. For God has put into their hearts to carry out his purpose by being of one mind and handing over their royal power to the beast, until the words of God are fulfilled. എതിർ ക്രിസ്തുവിന് തങ്ങളുടെ അധികാരം കൈമാറുന്ന 10 രാജാക്കന്മാരെ പറ്റി നമ്മൾ ദാനിയേൽ 2-ാം അധ്യായം മുതൽ പഠിച്ചു വരുന്നു. 10 kings or the kingdoms that would transmit their power to the Antichrist. എതിർ ക്രിസ്തുവിന് തങ്ങളുടെ രാജ്യം, തങ്ങളുടെ അധികാരം കൈമാറുന്ന 10 രാജാക്കന്മാർ. They may not be 10 individual kings, but rather confederation of 10 kingdoms. 10 രാജാക്കന്മാർ വ്യക്തിപരമായി ആയിരിക്കണം എന്നില്ല. അവർ 10 സംഘടനകളായിരിക്കാം, 10 സംഘടനാ നേതാക്കന്മാരായിരിക്കാം. അതേപ്പറ്റിയും നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. പല അങ്ങനെയുള്ള രാഷ്ട്ര സംഘടനകൾ ഇന്ന് നിലവിലുണ്ട്. ഉദാഹരണത്തിന് ഗൾഫ് മേഖലകളിൽ GCC ഉണ്ട്. അതുപോലെ പെട്രോൾ ഉൽപ്പാദിപ്പിക്കുന്ന ചില രാജ്യങ്ങൾ ചേർന്ന് അവരുടെ സംഘടന വേറെയുണ്ട്. സൗത്ത് ഏഷ്യയിൽ സാർക്ക് ഉണ്ട്. ഇങ്ങനെ യൂറോപ്യൻ യൂണിയനായി ഇങ്ങനെയുള്ള ധാരാളം രാഷ്ട്ര സംഘങ്ങൾ അഥവാ സംഘടനകളുണ്ട്. അതിൻ്റെയൊക്കെ തലപ്പത്തിരിക്കുന്ന നേതാക്കളുണ്ട്. അങ്ങനെ അവരെയാണ് കോൺഫെഡറേഷൻ ഓഫ് 10 കിങ്ഡംസ് എന്ന് വിളിക്കുന്നത്. ആ 10 രാജാക്കന്മാർ, അവരെ പറ്റിയാണ് നമ്മളിപ്പോൾ വെളിപ്പാട് 17:17 വായിച്ചത്. എന്താ വായിച്ചത്? ദൈവത്തിന്റെ വചനം നിവൃത്തിയാകുവോളം തന്റെ ഹിതം ചെയ്യുവാനും ഒരേ അഭിപ്രായം നടത്തുവാനും തങ്ങളുടെ രാജ്യത്വം മൃഗത്തിനു കൊടുപ്പാനും ദൈവം ഈ 10 രാജാക്കന്മാരുടെ ഹൃദയത്തിൽ തോന്നിച്ചു. അപ്പോൾ ഇവരെല്ലാവരും കൂടെ ഒരുമിച്ചാണ് എതിർ ക്രിസ്തുവിനെ ഏറ്റവും ഉയർന്ന സ്ഥാനത്തേക്ക് കൊണ്ടുവരുന്നത്. പക്ഷെ എപ്പോൾ വരെയേ ഉള്ളൂ ഇത്? ഈ ഡാർക്ക്നെസ് വരും. 17-ാം വാക്യത്തിൽ നമ്മൾ വായിച്ചു എപ്പോൾ വരെ ഉള്ളൂ അത്. ദൈവത്തിന്റെ വചനം നിവൃത്തിയാകും. ദൈവത്തിന്റെ വചനം നിവൃത്തിയാകും. സ്തോത്രം. അപ്പോൾ ദൈവം ഉദ്ദേശിച്ചിരിക്കുന്ന ചില പദ്ധതികൾ നിവർത്തീകരിക്കേണ്ടതിനായി ദൈവം ഇവരെ ആ സമയത്ത് ഉപയോഗിക്കുന്നെന്ന് മാത്രം. നമ്മൾ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ദൈവത്തിന്റെ ഉദ്ദേശം നിവർത്തിക്കാൻ ദൈവത്തിന് ആരോടെങ്കിലും പറഞ്ഞാൽ മതി. സാത്താൻ പോലും ദൈവം പറഞ്ഞാൽ അനുസരിക്കും. സ്തോത്രം. സാത്താൻ പോലും അനുസരിക്കും. പ്രകൃതിയോട് പറഞ്ഞാൽ പ്രകൃതി അനുസരിക്കും. കാറ്റിനോട് പറഞ്ഞാൽ, കടലിനോട് പറഞ്ഞാൽ, വെള്ളത്തോട് പറഞ്ഞാൽ, മഴയോട്, മേഘങ്ങളോട്, അഗ്നിയോട് എന്ന് വേണ്ട
ഏതൊരു സൃഷ്ടിയോടും ദൈവം പറഞ്ഞാൽ ജീവനില്ലാത്ത സൃഷ്ടികൾ വരെ ദൈവത്തെ അനുസരിക്കും. ദൈവം അതിനെയെല്ലാം ഉപയോഗിക്കുന്നത് എന്തിനു വേണ്ടിയാണ്? ദൈവത്തിന്റെ ഉദ്ദേശങ്ങളെ നിവർത്തിക്കുവാൻ. For the fulfillment of God's purposes. God make use of every creature, whether living or non-living, whether saint or sinner, or even Satan. Okay. സ്തോത്രം. അതുകൊണ്ടാണ് ഒരു ഭക്തൻ പറഞ്ഞത്, the word of the Lord has equal effect upon saint, sinner and Satan. ദൈവത്തിന്റെ വചനത്തിന് സാത്താന്റെ മേലും വിശുദ്ധന്റെ മേലും പാപിയുടെ മേലും ഒരേപോലെയുള്ള പ്രവൃത്തി ചെയ്തെടുക്കാനുണ്ട്. ദൈവം പറഞ്ഞാൽ പാപിയും അനുസരിക്കും, വിശുദ്ധനും അനുസരിക്കും, സാത്താനും അനുസരിക്കും. ഇവിടെ സാത്താന്യത്രയങ്ങളെയും സാത്താന്യത്രിത്വത്തെയും അവനോട് കൂടെയുള്ള ചില മനുഷ്യരെയും ദൈവം ദൈവോദ്ദേശത്തിന്റെ നിവൃത്തിക്കായിട്ട് ഉപയോഗിക്കുന്നു. പക്ഷേ ഒരു പരിമിത കാലഘട്ടത്തിലേക്ക് മാത്രം, ഒരു പരിമിത സമയത്തേക്ക് മാത്രമാണത്. ആ ഒരു കാലഘട്ടം കഴിയുമ്പോൾ ദൈവം അവരെ നിർമൂലമാക്കും, അല്ലെങ്കിൽ അവരെ തമ്മിൽ അകറ്റും, അവരുടെ പ്രവർത്തന സഫലതയെ ഇല്ലാതെയാക്കും, വിഫലമാക്കും. അതെല്ലാം നാം ഇവിടെ കാണുകയാണ്. സ്തോത്രം. അങ്ങനെ ദൈവം ഇവിടെ ഈ അഞ്ചാമത്തെ ബാധയിലൂടെ എതിർ ക്രിസ്തുവിന്റെ സിംഹാസനത്തെ ബാധിക്കുന്നു. അത് ഇരുണ്ടുപോകുന്നു, വല്ലാത്ത കഷ്ടതയിൽ അവരാകുന്നു, വേദന കൊണ്ട് നാവ് കടിക്കുന്നു. അങ്ങനത്തെ ഒരു ബാധ, അങ്ങനത്തെ ഒരു ന്യായവിധി എതിർ ക്രിസ്തുവിന്റെ മേലും അവന്റെ സിംഹാസനത്തിന്മേലും ദൈവം നടത്തുന്നതാണ് നാം ഇവിടെ കാണുന്നത്. ദൈവം തന്റെ ഉദ്ദേശ നിവർത്തിക്ക് വേണ്ടിയായിരുന്നു നെബൂഖദ്നേസറിനെ ഉപയോഗിച്ചത്, ബാബിലോണ്യ സാമ്രാജ്യത്തെ ഉപയോഗിച്ചത് എന്ന് വിചാരിച്ച് അവരുടെ സകല തെറ്റുകൾക്കും അരുതായ്മകൾക്കും ദൈവം കൂട്ടുനിന്നില്ല. ദൈവം നിയമിച്ചാക്കിയ ഇസ്രായേലിയ രാജാക്കന്മാർ, അതിനു മുൻപ് ഇസ്രായേലിലെ ന്യായാധിപന്മാർ ദൈവം നിയമിച്ചവരാണെന്ന് കരുതി അവരുടെ പാപത്തിന് നേരെ ദൈവം കണ്ണടച്ചില്ല. അതാണ് നാം എപ്പോഴും ഓർക്കേണ്ടത്. നമ്മൾ പല പ്രാവശ്യം പഠിച്ചിട്ടുള്ള ഒരു സത്യം, ദൈവം നമ്മെ ഉപയോഗിച്ചു എന്ന് കരുതിയോ ഉപയോഗിക്കുന്നു എന്ന് കരുതിയോ, ദൈവം നമുക്ക് നന്മകൾ തന്നു എന്ന് കരുതിയോ, ദൈവത്തിന് നമ്മൾ പ്രസാദമാണെന്ന് ആരും തെറ്റിദ്ധരിക്കരുത്. സ്തോത്രം. കാര്യം മനസ്സിലായി കാണുമല്ലോ, ആവർത്തിക്കണ്ടല്ലോ. ദൈവം നമ്മെ ഉപയോഗിച്ചു, ഉപയോഗിക്കുന്നു, നമ്മൾ ചോദിക്കുന്നതൊക്കെ തരുന്നു, ആഗ്രഹങ്ങൾ നിവർത്തിക്കപ്പെടുന്നു, നമുക്ക് അനുഗ്രഹങ്ങൾ നന്മകൾ വാരിക്കോരി ദൈവം തരുന്നു എന്നൊക്കെ കരുതി ദൈവത്തിന് നമ്മിൽ പ്രസാദമായിരിക്കുന്നു എന്ന് ആരും തെറ്റിദ്ധരിക്കരുതെന്നാണ് പറഞ്ഞത്. സ്തോത്രം. ഇവിടെ ദൈവം അനുവദിച്ചിട്ട് ഭരണം തുടങ്ങിയ എതിർ ക്രിസ്തുവിനെയും അവന്റെ
ഭരണത്തെയും ദൈവം ഇവിടെ ബാധിക്കുന്നതായി നാം കാണുന്നു. സ്തോത്രം. ബാധിക്കുന്നതായി നാം കാണുന്നു. എവിടെ ഇരുട്ട് അവരുടെ സാമ്രാജ്യത്തിന്റെ മേലിറങ്ങി. എല്ലാവരും വല്ലാത്ത വേദനയിലായി. ഡാർക്ക്നെസ് symbolizes sin, shame, guilt and judgment. ഇരുട്ട് എന്ന് പറയുന്നത് പാപത്തെയും ലജ്ജാവഹമായ അവസ്ഥകളെയും അപരാധത്തെയും ന്യായവിധിയെയും കുറിക്കുന്നതാണ്. Here, darkness stands for sin, guilt, shame, and judgment. നാം ഇവിടെ കാണുന്നു. അപ്പം പാപത്തിന്റെയും അപരാധത്തിന്റെയും ഒക്കെ ഫലമായി darkness even stands for deception and cunningness. വഞ്ചനയുടെ പ്രതീകമായും ഇവിടെ നമുക്ക് ഇരുളിനെ കാണാം. പാപത്തിന്റെ പ്രതീകമായി ഒക്കെ നമുക്കിവിടെ കാണാം. അപ്പോൾ ജനം എങ്ങനെയാ പ്രതികരിക്കുന്നത്? ഇതിന്റെയൊക്കെ നടുവിൽ മാനസാന്തരം ഇല്ലാതെ, മാനസാന്തരപ്പെടാതെ അവർ പ്രതികരിക്കുന്നു. ഇസ്രായേൽ മക്കളും അങ്ങനെ ചെയ്തിരുന്നതായി നമുക്ക് തിരുവെഴുത്തുകളിൽ കാണുവാൻ കഴിയുന്നുണ്ട്. സ്തോത്രം. യെശയ്യാ പ്രവചനം 9:13 വാക്യം ഒന്ന് വായിച്ചോളൂ. ഐശയ്യ 9:13, 9:13 യെശയ്യാവ്. The people did not turn to him who struck them, nor inquire of the Lord of hosts. കണ്ടോ, ഇസ്രായേലിനെ ദൈവം ശിക്ഷിച്ചു. പക്ഷേ അടി കൊണ്ടിട്ടും അവര് അടിച്ചവങ്കലേക്ക് തിരിഞ്ഞില്ല. ഇത് സാധാരണമായി നാം മനുഷ്യരിൽ കാണുന്ന ഒരു പാപമാണ്. ദൈവം ശിക്ഷിച്ചിട്ട് പോലും ദൈവത്തിങ്കലേക്ക് തിരിയാതിരിക്കുന്നത്. ഇത്രയുമായിരുന്നു നമ്മൾ ഇന്നലെയും ചിന്തിച്ചത്. ഇവയിൽ നിന്ന് എന്തെങ്കിലും കൂടുതൽ വിശദീകരണം വേണമോ? ഇല്ലെങ്കിൽ നമുക്ക് അടുത്ത ഭാഗത്തേക്ക് പോകാം. ഒന്നുമില്ല. എങ്കിൽ നമുക്ക് 12 മുതൽ 16 വരെയുള്ള വാക്യങ്ങൾ വായിക്കാം. 12 to 16. The sixth angel poured out his bowl on the great river Euphrates, and its water was dried up, to prepare the way for the kings from the east. And I saw coming out of the mouth of the dragon, and out of the mouth of the beast, and out of the mouth of the false prophet, 3 unclean spirits like frogs. For they are demonic spirits performing signs, who go abroad to the kings of the whole world to assemble them for battle on the great day of the Almighty. 16. Behold, I am coming like a thief. Blessed is the one who stays awake, keeping his garments on, that he may not go about naked and be seen exposed. And they assembled them at the place in that Hebrew is called Armageddon. വെളിപ്പാട് പുസ്തകത്തിൽ തന്നെ കുറഞ്ഞത് 3 ഭാഗങ്ങളിലായി ചിതറിക്കിടക്കുന്ന ഒരു പ്രധാനപ്പെട്ട സംഭവത്തെയാണ്
ഇനിയും നാം പഠിക്കുവാൻ പോകുന്നത്. ആറാമത്തെ കലശ ന്യായവിധിയായിട്ട് നമുക്കത് മനസ്സിലാക്കാം. ആറാമത്തെ കലശ ന്യായവിധി. ബൈബിളിലെ 5 ഓഥേഴ്സ് 5 എഴുത്തുകാർ എടുത്ത് പറഞ്ഞിട്ടുള്ള ഒരു വിശേഷപ്പെട്ട വിഷയമാണത്. 5 എഴുത്തുകാർ. അതാണ് നാം ഇവിടെ കാണുന്നത്. ദ ബാറ്റിൽ ഓഫ് ആർമഗദോൻ. ദ ബാറ്റിൽ ഓഫ് ആർമഗദോൻ. അർമഗദോൻ യുദ്ധം. നാം വെളിപ്പാട് പുസ്തകത്തിൽ 3 സ്ഥലങ്ങളിലായിട്ട് അത് കാണുന്നു. ഓർമ്മ കാണും. അതിൻ്റെ ആദ്യത്തെ ഭാഗം പഠിച്ചപ്പോൾ തന്നെ നമ്മൾ ആ കാര്യം പറഞ്ഞിരുന്നു. സ്തോത്രം. ഓർമ്മ കാണുമായിരിക്കുമല്ലോ. Chapter 14. Yes. And the final part is in chapter 19. ഈ അർമഗദ്ദോനെ അല്ലെങ്കിൽ ഈ യുദ്ധത്തിന് വേണ്ടിയുള്ള ഒരുക്കം നമുക്ക് 14-ാം അധ്യായത്തിന്റെ അവസാന വാക്യങ്ങളിൽ കാണാം. അതുപോലെ തന്നെ ഈ 16-ാം അധ്യായത്തിലും ആ യുദ്ധത്തിന്റെ നടത്തിപ്പും അതിൻ്റെ അനന്തര ഫലങ്ങളും 19-ാം അധ്യായത്തിലുമായിട്ടാണ് ചിതറിക്കിടക്കുന്നത്. ഇതേ സംബന്ധിച്ച് പറഞ്ഞിട്ടുള്ള 5 വേദപുസ്തക എഴുത്തുകാരുണ്ട്. ദാവീദ്, യെശയ്യാവ്, യോവേൽ, സഖരിയാവ്, ഇവിടെ ഇപ്പോൾ യോഹന്നാൻ. 5 ഓഥേഴ്സ്, 5 എഴുത്തുകാർ ഇതേ സംബന്ധിച്ച് പരാമർശിച്ചിട്ടുണ്ട്. ദാവീദ് രാജാവ്, സാംസ് നമ്പർ 2 verses 1 to 5 and verse 9. 2-ാം സങ്കീർത്തനം 1 മുതൽ 5 വരെയും 9-ാമത്തെ വാക്യവും അവിടെയാണ് ദാവീദ് ഇതേ സംബന്ധിച്ച് പരാമർശിക്കുന്നത്. 2-ാമത്തെ എഴുത്തുകാരനാണ് യെശയ്യാ പ്രവാചകൻ. ഐഷയ chapter 34 1 to 6. 34-ാമത്തെ അധ്യായം 1 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ. 63-ാം അധ്യായം 1 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ. chapter 63 verses 1 through 6. മൂന്നാമനാണ് യോവേൽ പ്രവാചകൻ, പ്രോഫറ്റ് ജോയൽ. യോവേൽ പ്രവാചകൻ 3-ാം അധ്യായം 2-ാമത്തെ വാക്യവും 9 മുതൽ 16 വരെയുള്ള വാക്യങ്ങളും. ജോയൽ chapter 3 verses 2 and 9 through 16. 4-ാമത്തെ ആള് പ്രവാചകനായ സഖരിയാവാണ്. സഖറായ the prophet. chapter 12 verse 2. 12-ാം അധ്യായം 2-ാമത്തെ വാക്യം. chapter 14 verses 2, 3 and 12. chapter 14 verses 2, 3 and 12. 14-ാമത്തെ അധ്യായം സഖരിയ പ്രവചനം. 14-ാമത്തെ അധ്യായം 2, 3, 12 വാക്യങ്ങൾ. ഇവിടങ്ങളിലും നാം ഈ സംഭവത്തെപ്പറ്റി കാണും. പിന്നീടാണ് യോഹന്നാൻ, പ്രവാചകനായ യോഹന്നാൻ. ഇവിടെ നമുക്ക് അപ്പോസ്തോലനായ യോഹന്നാൻ എന്നതിനേക്കാൾ വെളിപ്പാട് പുസ്തകത്തിൽ യോഹന്നാനെ നമുക്ക് പ്രവാചകനായ യോഹന്നാൻ എന്ന് വിളിക്കാം. സ്തോത്രം. പുതിയ നിയമ പ്രവാചകന്മാരിൽ ഒരു പ്രധാനിയായി
യോഹന്നാനെ നമുക്ക് കാണാം. അത് യോഹന്നാൻ ആരുടെയെങ്കിലും തലയിൽ കൈവച്ചിട്ട് എന്തെങ്കിലും പറഞ്ഞത് കൊണ്ടല്ല, അന്യഭാഷ പറഞ്ഞ് വ്യാഖ്യാനിച്ചത് കൊണ്ടല്ല, വീസായുടെയും പാസ്പോർട്ടിന്റെയും കാര്യം പറഞ്ഞത് കൊണ്ടല്ല, അക്കൗണ്ട് നമ്പരും വണ്ടിയുടെ നമ്പരും പറഞ്ഞത് കൊണ്ടുമല്ല. കേരളത്തിൽ പഴയ SBT ഇപ്പോൾ അത് SBIയിൽ ലയിച്ചല്ലോ. അന്നത്തെ SBTയിലെ നമ്പറുകളൊക്കെ തുടങ്ങുന്നത്, അക്കൗണ്ട് നമ്പറുകൾ, സേവിങ്സ് അക്കൗണ്ട്സിന്റെ നമ്പറൊക്കെ തുടങ്ങുന്നത് 6 എന്ന ഡിജിറ്റിലാണ്. അപ്പോ അക്കൗണ്ട് നമ്പർ പറയാൻ തുടങ്ങിയിട്ട് ഞാൻ 6 എന്നൊരു സംഖ്യ കാണുന്നു. 6ഉം 0യും 1ഉം ആ സംഖ്യകളിലെല്ലാം ഉണ്ട്. ചിലതിൽ 2 സീറോസോ 2-ലധികം സീറോസോ 2ഓ അതിലധികമോ 1 ഒക്കെ ഉണ്ട്. ഇത് സാധാരണ എല്ലാവർക്കും അറിയാവുന്ന. ഇപ്പൊ പറയുന്നു ഞാൻ അതില് ഉണ്ട്, 6ലാണ് പ്രവാചക അക്കൗണ്ട് നമ്പർ തുടങ്ങുന്നത്. അല്പം കഴിഞ്ഞിട്ട് പറയുന്നു 0യും കാണുന്നുണ്ട്. അപ്പം ശിങ്കടി വിളിച്ചു പറയാ, 0യും ഉണ്ട് 1ഉം ഉണ്ട് പ്രോഫറ്റെ. അയ്യോ, ഇങ്ങനൊന്നും പ്രവചിക്കുന്നത് കൊണ്ടല്ല യോഹന്നാൻ പ്രവാചകനായത്. സ്തോത്രം. ഇങ്ങനൊന്നും പ്രവചിക്കുന്നത് കൊണ്ടല്ല. നമുക്കറിയാം, വേദപുസ്തകത്തിലെ ഏറ്റവും ആദ്യത്തെ പ്രവചനവും ഏറ്റവും വലിയ പ്രവചനവും ഓർമ്മയുണ്ടോ? ചില ദിവസങ്ങൾക്ക് മുമ്പാണ് നമ്മൾ പഠിച്ചത്. Genesis 3. Jesus Christ. The first ever prophecy in the Bible is the Messiah. Genesis 3:15. ഉൽപ്പത്തി 3:15 സ്ത്രീയുടെ സന്തതി. അപ്പോൾ ആ സ്ത്രീയുടെ സന്തതിയുടെ ജനനം, യേശുക്രിസ്തുവിന്റെ മനുഷ്യജനനം, കന്യകാജനനം, ആ ക്രിസ്തുവേശുവിന്റെ ക്രൂശു മരണം, ആ മരണത്തിലൂടെ യേശുക്രിസ്തു കൈവരിക്കുവാൻ പോകുന്ന സാത്താന്റെ മേലുള്ള വിജയം, ഇതെല്ലാം ആദ്യത്തെ പ്രവചനത്തിൽ ഉൽപ്പത്തി 3:15 കാണുന്നു. ബൈബിളിലെ ഏറ്റവും വലിയ പ്രവചനവും മശിഹ തന്നെയാണ്. ആ പ്രവചനത്തെ കുറിച്ച്, സോ ദ ഫസ്റ്റ് ആൻഡ് ദ ഫോർമോസ്റ്റ്, ദ ഫസ്റ്റ് ആൻഡ് ദ ഗ്രേറ്റസ്റ്റ് prophecy in the Bible is about the Messiah, about which John the Apostle prophesied in this entire book of Revelation. And therefore, he is one of the greatest prophets in the Bible. യോഹന്നാൻ ബൈബിളിലെ ഒരു പ്രധാന പ്രവാചകനായി അറിയപ്പെടുവാൻ കാരണം, വെളിപ്പാട് പുസ്തകത്തിൽ മുഴുവനുമായി യോഹന്നാൻ ബൈബിളിലെ ഏറ്റവും ആദ്യത്തേതും പ്രധാനപ്പെട്ടതും വലുതുമായ പ്രവചന വിഷയം മശിഹായെ പറ്റി പ്രവചിച്ചിരിക്കുന്നു. അതിനാലാണ് യോഹന്നാനെ നമ്മളിവിടെ പ്രവാചകൻ എന്ന് വിളിച്ചത്. കൂടാതെ നമ്മൾ 2-3 ദിവസത്തിന് മുമ്പ് 19-ാമത്തെ അധ്യായത്തിലും, വെളിപ്പാട് പുസ്തകം 19-ാം അധ്യായത്തിലും 21-ാം അധ്യായത്തിലും 22-ാം അധ്യായത്തിലും, 21-ല് നമ്മൾ വായിച്ചില്ല, 19-ാം അധ്യായത്തിലേതും 22-ാം അധ്യായത്തിലേതും നമ്മൾ വായിച്ചു. യോഹന്നാൻ ഈ ദർശനങ്ങളൊക്കെ
പറഞ്ഞുകൊടുത്തുകൊണ്ടിരുന്ന ദൂതൻ എന്ന് നമ്മൾ വിളിക്കുന്നയാള് യോഹന്നാനെ സഹഭൃത്യൻ, കൂടാതെ നിന്റെയും പ്രവാചകന്മാരായ ദൈവത്തിന്റെ ദാസന്മാരുടെയും സഹഭൃത്യൻ എന്നും കൂടെ പറഞ്ഞിരിക്കുന്നു. അവിടെയും ആ ദൂതൻ യോഹന്നാനെ പ്രവാചക ഗണത്തിലാണ് പെടുത്തിയിരിക്കുന്നത്. അതുകൊണ്ട് ഈ അർമഗദ്ദോൻ യുദ്ധത്തെപ്പറ്റി പ്രവചിച്ചിരിക്കുന്ന ബൈബിൾ പ്രവാചകന്മാരിൽ അഞ്ചാമൻ യോഹന്നാനാണ്. അഞ്ചാമൻ എന്ന് പറഞ്ഞത് അവരവരെ ജീവിച്ചിരുന്ന കാലഗണന അനുസരിച്ചാണ് കേട്ടോ. സ്തോത്രം. അപ്പോൾ ദാവീദ്, യെശയ്യാവ്, യോവേൽ, സഖരിയാവ്, ഇപ്പോൾ യോഹന്നാൻ എന്നീ 5 പ്രവാചകന്മാർ അർമഗദ്ദോൻ യുദ്ധത്തെക്കുറിച്ചോ അതിൻ്റെ പരിണിത ഫലങ്ങളെക്കുറിച്ചോ അതിൻ്റെ സ്ഥലത്തെക്കുറിച്ചോ അതിൻ്റെ യുദ്ധവിന്യാസങ്ങളെക്കുറിച്ചോ ഒക്കെ പ്രവചിച്ചിട്ടുണ്ട്. അതിൽ ചില ഭാഗങ്ങൾ നമ്മൾ ഇതിനോടകം ചിന്തിച്ചതുമാണ്. പ്രത്യേകിച്ച് യെശയ്യാ 63-ാമത്തെ അധ്യായത്തിൽ നിന്ന് നമ്മൾ ഒന്നിലധികം പ്രാവശ്യം ചിന്തിച്ചിട്ടുണ്ട്. യോഹന്നാൻ ഈ വെളിപ്പാട് പുസ്തകത്തിൽ പ്രവചിക്കുന്ന ഭാഗങ്ങൾ നമ്മൾ ഒരുമിച്ചെടുക്കുവാനാണ് ആഗ്രഹിക്കുന്നതെന്ന് 14-ാം അധ്യായം നമ്മൾ പഠിച്ചപ്പോൾ പറഞ്ഞിരുന്നല്ലോ. സ്തോത്രം. 14-ാമത്തെ അധ്യായം 19-20 വാക്യങ്ങൾ, 16-ാം അധ്യായം ഇപ്പോൾ നമ്മൾ വായിച്ച ഈ ഭാഗങ്ങൾ, വിശേഷിച്ച് 16-ാമത്തെ വാക്യം, 19-ാമത്തെ അധ്യായം ഏതാണ്ട് 17 മുതൽക്കുള്ള വാക്യങ്ങൾ. സ്തോത്രം. ഇവിടങ്ങളിലെല്ലാം നമ്മൾ ഈ അർമഗദ്ദോൻ യുദ്ധത്തെ സംബന്ധിച്ചാണ് കാണുന്നത്. അർമഗദ്ദോൻ യുദ്ധത്തിലേക്ക് വരുന്നതിന് മുമ്പ് നമുക്ക് ഏറ്റവും സരളമായിട്ട് ഈ 6-ാമത്തെ കലശ ന്യായവിധിയെ കുറിച്ചൊന്ന് നോക്കാം. ഈ 6-ാമത്തെ കലശ ന്യായവിധിയെ കുറിച്ച് ഒരു പൊതു വീക്ഷണം ഉണ്ടായതിന് ശേഷം നമുക്ക് അർമഗദ്ദോൻ യുദ്ധത്തെക്കുറിച്ച് വിശദമായിട്ട് പഠിക്കാം. 6-ാമത്തെ ദൂതൻ തൻ്റെ കലശം യൂഫ്രട്ടീസ് നദിമേൽ ഒഴിച്ചു. അപ്പോൾ യൂഫ്രട്ടീസ് നദി വറ്റിപ്പോയി, അല്ലെങ്കിൽ വരണ്ടുപോയി, അല്ലെങ്കിൽ ഉണങ്ങിപ്പോയി എന്ന് നാം കാണുന്നു. അപ്പോൾ അർമഗദ്ദോൻ യുദ്ധം എവിടെ വെച്ചാണ്, ആരൊക്കെ തമ്മിലാണ്, എന്തിനു വേണ്ടിയാണ്, എങ്ങനെയായിരിക്കും, എപ്പോഴായിരിക്കും, അതിൻ്റെ ഔട്ട്കം, റിസൾട്ട്, അതിൻ്റെ ഫലം എന്ത്, ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് അവിടെ നിന്നും പഠിക്കാനുള്ളത്. അത് നമുക്ക് പിന്നീട് പഠിക്കാം. ആദ്യം നമുക്ക് ഈ 6-ാമത്തെ കലശ ന്യായവിധിയുടെ പൊതുവായ കാര്യം നമുക്ക് പറഞ്ഞു നിർത്താം. അപ്പോൾ 5 വരെയുള്ള കലശ ന്യായവിധികൾ നമ്മൾ കണ്ടു. 6-ാമത്തെ കലശ ന്യായവിധിയെയാണ് ഈ വെളിപ്പാട് 16-ാം അധ്യായത്തിന്റെ 12 മുതൽക്കുള്ള വാക്യങ്ങളിൽ നമ്മൾ കാണുന്നത്. 6-ാമത്തെ ദൂതൻ തൻ്റെ കലശം ഒഴിച്ചത് യൂഫ്രട്ടീസ് എന്ന മഹാനദിയിലാണ്. ഹിന്ദി ബൈബിളുകളിൽ ഈ യൂഫ്രട്ടീസിനെ മഹാനദ് അല്ലെങ്കിൽ മഹാനദി എന്ന് തന്നെയാണ് വിളിക്കുന്നത്. ബൈബിളിലെ മാത്രമല്ല, ലോക മാനുഷ്യ ചരിത്രത്തിലെ തന്നെ വളരെ പ്രധാനപ്പെട്ട, ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് പറയാം നദിയാണ് യൂഫ്രട്ടീസ് നദി.
ആ യൂഫ്രട്ടീസിനെ നമ്മൾ ഏറ്റവും ആദ്യം കാണുന്നത് ഉൽപ്പത്തി പുസ്തകത്തിലാണ്, ഏദൻ തോട്ടത്തിലാണ്. ഏദൻ തോട്ടത്തിൽ ഏദനെ നനയ്ക്കുവാൻ ഒരു നദി പുറപ്പെട്ടു. അതിന് 4 ശാഖകൾ. ആ 4 ശാഖകളിൽ ഒന്നാണ് ഇത്. ഇപ്പൊ യൂഫ്രട്ടീസ് നദിയുടെ മേൽ ഈ കലശം ഒഴിച്ചപ്പോൾ ഈ യൂഫ്രട്ടീസ് നദി വറ്റി വരണ്ടുപോയി. എന്തിനു വേണ്ടിയാണ്, എന്തുദ്ദേശത്തിന് വേണ്ടിയാണ് അത് വരണ്ടത്? To prepare the way for the Yeah. kings from the east. ഈസ്റ്റ്, കിഴക്ക് നിന്നുള്ള രാജാക്കന്മാർക്ക് വഴിയൊരുക്കുക. സ്തോത്രം. അതിന്റെ നാന്ദിയായിട്ടാണ്, തുടക്കമായിട്ടാണ് ഇന്ന് പല നദികളും വറ്റിക്കൊണ്ടിരിക്കുന്നത്. Even God is using even the creation, the nature for acquiring this purpose. ഈ ഉദ്ദേശ നിവർത്തിക്ക് വേണ്ടി ദൈവം പ്രകൃതിയെ തന്നെ ഉപയോഗിക്കുന്നു. പ്രകൃതിയെ തന്നെ ഉപയോഗിക്കുന്നു. ഇന്ന് നമുക്കറിയാം പല നദികളും വറ്റുന്നു. പല നദികളും വറ്റുന്നു. ഇന്നത്തെ കേരള സംബന്ധിയായ ഒരു പത്രവാർത്ത ഞാൻ വായിച്ചു. കേരളത്തിൽ കൂടെ മാത്രം ഒഴുകുന്ന പമ്പാ നദി, അച്ചൻകോവിലാറ് തുടങ്ങിയ നദികളിലെ വെള്ളവും കൂടെ നദീസംഗമം എന്ന പേരിൽ കേരളത്തിൽ നിന്ന് തമിഴ്നാട്ടിലേക്ക് തിരിച്ചുവിടാൻ കേന്ദ്ര സർക്കാർ ഒരുങ്ങുന്നു. അങ്ങനെ വരികയാണെങ്കിൽ വരും ദിവസങ്ങളിൽ ആലപ്പുഴ, പത്തനംതിട്ട ജില്ലകളിൽ രൂക്ഷമായ വെള്ളക്ഷാമം ഉണ്ടാകും. ആലപ്പുഴയുടെ വളരെ പ്രധാനപ്പെട്ട സ്ഥലമായ കുട്ടനാട് മുഴുവൻ ഉണങ്ങി വരളും. കുടിവെള്ളം പോലും കിട്ടുകയില്ല. വല്ലാത്ത ആശങ്കയിലാണ് കേരള ജനത, കേരള സർക്കാർ എന്നൊക്കെ പറഞ്ഞ് പത്രങ്ങളിൽ ഞാനൊരു വാർത്ത കണ്ടു. അങ്ങനെ ഈ ജലമൊക്കെ വഴിതിരിച്ചു വിട്ടാലും, അങ്ങനെ ഈ ജലമൊക്കെ മാറ്റിക്കൊണ്ടുപോയാലും പല നദികളും വറ്റും, വരളും, ദിശ മാറി ഒഴുകും. ഏതായാലും ചരിത്രാതീത കാലം മുതൽ മനുഷ്യ ചരിത്രത്തിൽ വളരെ പ്രധാനപ്പെട്ട സംഭാവനകൾ നൽകിയിട്ടുള്ള ഒരു നദീതടമാണ് യൂഫ്രട്ടീസ്. യൂഫ്രട്ടീസ് എന്ന് ഓർക്കുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ഥലമുണ്ട്, നിങ്ങൾക്കറിയാമായിരിക്കും. യൂഫ്രട്ടീസ് നദി ബാബിലോൺ. ആ ബാബിലോൺ ഒക്കെ നിലനിൽക്കുന്ന ആ ഒരു പ്രദേശത്തിന്റെ പേരാണ് മെസോപ്പൊട്ടാമിയ. ബൈബിളിലും ആ പേര് നമുക്ക് കാണാം. പുതിയ നിയമത്തിലും അപ്പോസ്തലപ്രവൃത്തികൾ 7-ാം അധ്യായത്തിൽ സ്തേഫാനോസ് ഇസ്രായേൽ മതനേതാക്കന്മാരോട് പ്രസംഗിക്കുമ്പോൾ അബ്രഹാമിനെ പറ്റി പറയുന്നുണ്ട്. മെസപ്പൊട്ടാമിയയിൽ നിന്ന് അബ്രഹാമിനെ ദൈവം വിളിച്ചു വേർതിരിച്ചു. മെസപ്പൊട്ടാമിയയുടെ അർത്ഥം നിങ്ങൾക്കറിയാമായിരിക്കുമല്ലോ. 2 പദങ്ങളുടെ സംയോജനമാണ്. 2 words are joined together. If we break up Mesopotamia, we will get the meaning. Meso and Potamos.
Meso means the land in between. The land or the place in between. Potamos singular ആണ്. Potamia plural. Potamos means river. Potamia rivers. അപ്പോൾ മെസോപ്പൊട്ടാമിയ എന്ന പേരിന്റെ തന്നെ അർത്ഥം the land between two rivers എന്നാണ്. കുറച്ചും കൂടെ വ്യക്തതയോടെ പറഞ്ഞാൽ ടൈഗ്രീസ് യൂഫ്രട്ടീസ് നദികളുടെ ഇടയിലുള്ള സ്ഥലം എന്നാണ് അതിന്റെ അർത്ഥം. അതിന് സമാനമായ മറ്റൊരു പേര് നമുക്കൊക്കെ അറിയാം. ഓർമ്മ വരുന്നുണ്ടോ? ഇറാഖാണോ? ഷിനാർ ദേശം. അതെല്ലാം ബാബിലോണിന്റെ മറ്റു പേരുകളാ. ഇറാഖും ഷിനാർ ദേശവും. ഈ മെസോപ്പൊട്ടാമിയ എന്ന പേരിന് അതിനോട് വളരെ സമാനമായ മറ്റൊരു പേരാണ് ഹിപ്പോപ്പൊട്ടാമോസ്. ഹിപ്പോപ്പൊട്ടാമോസ്. അതിനകത്തും രണ്ട് പദങ്ങളുണ്ട്, ഹിപ്പോസ് ആൻഡ് പൊട്ടാമോസ്. ഇത് രണ്ടും കൂടെ ചേരുമ്പോഴാണ് ഹിപ്പോപ്പൊട്ടാമോസ് വരുന്നത്. അർത്ഥം നമുക്കറിയായിരിക്കും. മലയാളത്തിൽ ഹിപ്പോപ്പൊട്ടാമസിന്റെ പേരറിയാമോ? മലയാളത്തിൽ അതിന്റെ പേരറിയാമോ? അതിന്റെ പേര് നീർക്കുതിര. നദി ഹയം. ഓക്കെ. സാധാരണ ഭാഷയിൽ നീർക്കുതിര. ഹിപ്പോസ് മീൻസ് ഹോഴ്സ്. പൊട്ടാമോസ് അഗെയിൻ റിവർ. നദിയിൽ കാണപ്പെടുന്ന കുതിര, ഒരു ഭയാനകമായ ജീവി എന്ന അർത്ഥത്തിലാണ് അതിനെ ഇട്ടിരിക്കുന്നത്. അപ്പോൾ പൊട്ടാമോസ് റിവർ, പൊട്ടാമിയ റിവേഴ്സ്, Mesopotamia, a place or a land between the rivers. നദികൾക്ക്